ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഉമ്മച്ചിയുടെ കണ്ണോപ്പറേഷനൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് ഒരു 2 മുട്ട വെച്ച് മുട്ട റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ കയറിയതാണ്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയാണ് മുട്ട റോസ്റ്റ്. ജസ്റ്റ് ഞാനൊന്ന് വെറുതെ ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മുട്ട റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ: സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 2 മുട്ട. ഇത് ഇത്രയുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്നിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. അപ്പോൾ നമ്മളിത് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളിയും സവാളയും ഒക്കെ അരിഞ്ഞു വെച്ച് മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരത്തേക്ക് പൊറോട്ടയും മുട്ട റോസ്റ്റുമാണ്. പൊറോട്ടക്കുള്ള മാവ് കുഴച്ച് ഉണ്ടയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് പാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഈ പാനൊന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് എല്ലാം കൂടെ ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. പലരും പല രീതിയിലാണ് മുട്ട റോസ്റ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെയൊക്കെ തന്നെ ആട്ടോ മുട്ട റോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് മുട്ട റോസ്റ്റ് ചെയ്യുന്നതും പൊറോട്ടയും ഒക്കെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചെടുത്തതാണ്. ചെറിയ രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ പാൻ ചൂടായി വരുന്നുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാത്രം ചൂടായിരിക്കുന്നത് കൊണ്ട് നമുക്ക് എണ്ണ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിനി സവാളയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇച്ചിരി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, എല്ലാം ഒരു ഇച്ചിരി മതി. ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് പൊടി ഒന്ന് വാടി ആ പൊടിയുടെ പച്ച മണം മാറിയതിന് ശേഷം നമുക്ക് കുക്കറിനകത്തിട്ട് ഒരു വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ സവാള നല്ലവണ്ണം വാടി കിട്ടും. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേ നമുക്ക് ആവി വന്നു കഴിഞ്ഞു. സവാളയെല്ലാമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ കുക്കറിനകത്തോട്ട് ഇട്ടതാണ്. അപ്പോൾ ഇതേ വിസിൽ വന്ന് നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ അരപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് മുട്ടയിട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ആ അരപ്പും മുട്ടയും ഒന്ന് മിക്സ് ആയിക്കണം. എന്നാലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ അരപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പൊറോട്ടയും കൂടെ ഒന്ന് റെഡിയാക്കിയാൽ മതി. ഇത് നമുക്ക് പൊറോട്ടയും മുട്ട റോസ്റ്റും കൂടെ കഴിക്കാം. ഇതേ പൊറോട്ടയുടെ മാവൊക്കെ അടുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതേ പൊറോട്ടയും മുട്ട റോസ്റ്റും ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡ് ഇന്ന് പൊറോട്ടയും മുട്ട റോസ്റ്റുമാണ്. നിങ്ങൾക്ക് എന്തുവാണ് ഇന്ന് വൈകുന്നേരത്തെ ഫുഡെന്ന് എല്ലാവരും താഴെ കമൻ്റ് അടിക്കണേ. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് അടിച്ചേക്കണേ.